എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് +2 ഇക്കണോമിക്സ് പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ പഠിച്ചു പോകേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്എ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ എന്നുള്ളതാണ്. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുള്ള ചോദ്യങ്ങളാണ്. എന്തായാലും നിങ്ങൾ എഴുതാൻ പോകുന്ന പബ്ലിക് എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും വരും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ മക്കളെല്ലാവരും കൃത്യമായിട്ട് നമ്മൾ പറയുന്ന വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ മെറ്റീരിയൽ എന്ത് തന്നെയായാലും അത് ഈ പറയുന്ന ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരങ്ങളൊക്കെ നിങ്ങളുടെ മെറ്റീരിയലിൽ ഉണ്ടാകും. കൃത്യമായിട്ട് നിങ്ങൾ അത് രേഖപ്പെടുത്തി വെച്ചിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് മെറ്റീരിയൽ ആണോ പഠിക്കാൻ ഉപയോഗിക്കുന്നത് ആ മെറ്റീരിയൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പൊ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, മെറ്റീരിയലുകളൊന്നും മാറ്റി പഠിക്കേണ്ട ആവശ്യമില്ല. ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഏതെങ്കിലും മെറ്റീരിയലുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, പുതിയ മെറ്റീരിയലിനെ തേടി നിങ്ങൾ പോവരുത്. നിങ്ങൾ ഓൾറെഡി പഠിച്ച ഏതെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ ആ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് വരും എന്ന് ഉറപ്പുള്ള ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ. നമ്മുടെ മോഡൽ എക്സാമിൽ വന്നതാണ്. അപ്പൊ പലർക്കും ഒരു സംശയം ഉണ്ടാവും, മോഡൽ എക്സാമിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ പബ്ലിക് എക്സാമിന് റിപ്പീറ്റ് ചെയ്യും എന്ന് എന്താണ് ഉറപ്പ് എന്നുള്ളത്. നമ്മൾ കണ്ട പരീക്ഷകളിലൊക്കെ അങ്ങനെ ചില ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ലല്ലോ, എസ് എ പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതുപോലെ വരുമോ എന്നൊക്കെ പലർക്കും സംശയം ഉണ്ടാകും. തീർച്ചയായും നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാം. എക്കണോമിക്സിനെ സംബന്ധിച്ച് നമുക്ക് ഈ മോഡൽ എക്സാമിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ മാക്സിമം റിപ്പീറ്റ് ചെയ്യുന്നവ തന്നെയാണ്. ഓക്കെ, അപ്പോ ഇനി വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഇത് എസ് എയിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്കിനും 5 മാർക്കിനുള്ള ചോദ്യങ്ങളിൽ എന്തായാലും ഉറപ്പായിട്ട് ഈ ചോദ്യങ്ങൾ ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ എസ് എ പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ, മൈക്രോ എക്കണോമിക്സിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്നത്. ഈ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറി ഉണ്ട്. അതായത് ഷോർട്ട് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട തിയറിയാണ്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതായത് നമ്മുടെ വേരിയബിൾ പ്രൊപ്പോർഷൻ തിയറി എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്, അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ് തിയറി എന്നാണ് പറയുന്നത്, അല്ലെ? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്നാണ് ഈ തിയറിയുടെ പേര്. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യമാണ് നമ്മൾ പഠിക്കുന്നത്. ലോ ഓഫ് എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ വിത്ത് സ്യൂട്ടബിൾ ഡയഗ്രാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൽ എ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അതിൽ എ ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ്, ചിത്രങ്ങളുടെ സഹായത്തോടെ അല്ലെങ്കിൽ ചിത്രത്തിന്റെ സഹായത്തോടു കൂടി, അല്ലെ, വിഭേദക അനുപാത നിയമം അനുയോജ്യമായ ചിത്രത്തിന്റെ സഹായത്തോടെ വിശദീകരിക്കുക. അതിൽ ബി ക്വസ്റ്റ്യൻ പറയുന്നത് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ പി ആൻഡ് എം പി. നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവ് ചെയ്തപ്പോ അതിൽ എ പിയും എം പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അത് കാൽക്കുലേഷൻ രൂപത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങളോട് ഈ എ പിയും എം പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ തിയറി എന്താണെന്ന് ക്ലിയർ ചെയ്യണം. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഈസ് എ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇൻ ദ ഷോർട്ട് റൺ ദ പ്രൊഡ്യൂസർ ക്യാൻ ചേഞ്ച് ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഓൺലി ബൈ ചേഞ്ചിങ് ദ ക്വാണ്ടിറ്റി ഓഫ് വേരിയബിൾ ഫാക്ടേഴ്സ്. ഓക്കെ, അതായത് വേരിയബിൾ പ്രൊപ്പോർഷൻ തിയറി ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഷോർട്ട് റൺ പ്രൊഡക്ഷനില്, ഷോർട്ട് റണ്ണില് ഒരു പ്രൊഡ്യൂസർക്ക് അയാളുടെ ഔട്ട്പുട്ടിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ, അതായത് ദ പ്രൊഡ്യൂസർ ക്യാൻ ചേഞ്ച് ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, പ്രൊഡ്യൂസർക്ക് അയാളുടെ ഔട്ട്പുട്ടിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ എങ്ങനെ മാത്രമേ സാധിക്കുള്ളൂ? ഓൺലി ബൈ ചേഞ്ചിങ് ദ ക്വാണ്ടിറ്റി ഓഫ് വേരിയബിൾ ഇൻപുട്ട്. അതായത് വിഭേദക ഇൻപുട്ടുകളിൽ, വിഭേദക ഘടകങ്ങളില് മാറ്റം വരുത്തിയാൽ മാത്രമേ ഷോർട്ട് റണ്ണിലെ ഒരു ഉൽപാദകന് അയാളുടെ ഔട്ട്പുട്ടിൽ മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ. അപ്പൊ നമുക്കറിയാം, ഷോർട്ട് റണ്ണില് പ്രൊഡ്യൂസർക്ക് 2 തരം ഉൽപാദന ഘടകങ്ങളാണ് അദ്ദേഹം ഉപയോഗിക്കുക. ഒന്ന് വേരിയബിൾ ഇൻപുട്ട് ആണ്, രണ്ടാമത്തേത് ഫിക്സഡ് ഇൻപുട്ട് ആണ്. ഫിക്സഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൽ മാറ്റം വരുത്തുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഘടകങ്ങളെ അല്ലെങ്കിൽ ഇൻപുട്ടുകളെ
ഘടകങ്ങളെയാണ് നമ്മൾ ഫിക്സ്ഡ് ഇൻപുട്ട് എന്ന് പറയുന്നത്. വേരിയബിൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നത്തിന്റെ അളവ് മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് യഥേഷ്ടം മാറ്റം വരുത്താൻ പറ്റുന്ന ഘടകങ്ങളെയാണ് വേരിയബിൾ ഇൻപുട്ട് എന്നും വിളിച്ചത്. ഓക്കെ, അപ്പൊ ഷോർട്ട് റണ്ണിലുള്ള ഒരു പ്രൊഡ്യൂസർ, അതായത് ഷോർട്ട് ടേമിലേക്ക് ഉൽപാദനം നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ഉൽപാദനശാലയിൽ ഉൽപ്പന്നത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ തീർച്ചയായും എന്ത് ചെയ്യേണ്ടതുണ്ട്? അയാളുടെ വേരിയബിൾ ഇൻപുട്ടിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അങ്ങനെ വേരിയബിൾ ഇൻപുട്ടിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഉൽപാദനം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രൊഡ്യൂസറുടെ ടോട്ടൽ പ്രോഡക്റ്റ് 3 സ്റ്റേജിലൂടെ കടന്നു പോകുന്നു. ഓക്കെ, മോർ ആൻഡ് മോർ വേരിയബിൾ ഇൻപുട്ട് ആഡഡ്, അങ്ങനെയാണ് പറയുന്നത്. മോർ ആൻഡ് മോർ വേരിയബിൾ ഇൻപുട്ട് ആഡഡ്, ദ പ്രൊഡ്യൂസർ ടോട്ടൽ പ്രോഡക്റ്റ് വിൽ ബി ചേഞ്ച്ഡ് ഓർ the total product will be passes through 3 stages. ഓക്കെ, അതായത് ഉൽപാദകൻ അയാളുടെ ഔട്ട്പുട്ടിന്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ വേരിയബിൾ ഇൻപുട്ടിൽ മാറ്റം വരുത്തും. അങ്ങനെ വേരിയബിൾ ഇൻപുട്ടിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഉൽപ്പന്നം ഉൽപാദനം നടത്തുമ്പോൾ മോർ ആൻഡ് മോർ ഫാക്ടേഴ്സ്, അതായത് വേരിയബിൾ ഫാക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ടോട്ടൽ പ്രോഡക്റ്റിൽ മാറ്റം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ടോട്ടൽ പ്രോഡക്റ്റ് 3 സ്റ്റേജിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ആ 3 സ്റ്റേജസ് എന്ന് പറയുന്നത് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 എന്നിവയാണ്. മക്കളെ, ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എന്ന് പറയുന്നത്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാനിത് കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത് മാത്രമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എടുത്ത് കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ എസ്സേ വരുന്നു. അപ്പൊ ഈ എസ്സേയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളത് നിങ്ങൾ ഇത് കൃത്യമായിട്ട് ഇരുന്ന് കേൾക്കുകയാണെങ്കിൽ, കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മള് പിന്നെ മോർ ആൻഡ് മോർ വേരിയബിൾ ഇൻപുട്ട് ആഡഡ്, ദ പ്രൊഡ്യൂസേഴ്സ് ടോട്ടൽ പ്രോഡക്റ്റ് വിൽ ബി പാസസ് ത്രൂ 3 സ്റ്റേജസ്. ഇറ്റ് ക്യാൻ ബി ഷോൺ ഇൻ ദ ബിലോ ഡയഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ചിത്രം വരയ്ക്കുക. ഓക്കെ, ചിത്രം എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ചിട്ട് നമ്മൾ ഒരു ടോട്ടൽ പ്രോഡക്റ്റ് കർവ് വരയ്ക്കും. അതിന്റെ താഴെയായിട്ട് ആവറേജ് പ്രോഡക്റ്റ് കർവും അതിനെ ടച്ച് ചെയ്തുകൊണ്ട് മാർജിനൽ പ്രോഡക്റ്റ് കർവ് നമ്മൾ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ കർവ് കാണിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഇവിടെ 3 സ്റ്റേജ് നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. ഈ സ്റ്റേജിന്റെ പ്രത്യേകത ഈ 3 ഘട്ടങ്ങളിലൂടെയും ഈ ടിപിയും എപിയും എംപിയും കടന്നു പോകുന്നുണ്ട്. അതിന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യലാണ്. അപ്പൊ സ്റ്റേജ് 1 എന്ന് പറഞ്ഞ ചിത്രം വരച്ചതിന് ശേഷം സ്റ്റേജ് 1 എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റേജ് 1ലുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക, സ്റ്റേജ് 2 എക്സ്പ്ലെയിൻ ചെയ്യുക, സ്റ്റേജ് 3 എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അതോടുകൂടി നമുക്ക് ആ തിയറി ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ബി ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്താണ്? എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എപി ആൻഡ് എംപി എന്നാണ്. ആ സ്റ്റേജ് 1ലും 2വിലും 3യിലും ഉള്ള എപി എംപി കർവുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നിങ്ങൾ ബി ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബന്ധം, എപിയും എംപിയും തമ്മിലുള്ള ബന്ധം കൂടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവിടെ മാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ മക്കളെ, അപ്പൊ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് പരീക്ഷയ്ക്ക് വന്ന മോഡൽ എക്സാമിന് വന്ന വേരിയബിൾ പ്രൊപ്പോർഷൻ തിയറി, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ് എന്നുള്ളത്. 2 രീതിയിൽ ക്വസ്റ്റ്യൻ വരും. എന്തായാലും അതിന് മലയാളം വിഭേദക അനുപാത നിയമം എന്നാണ്. അപ്പൊ വിഭേദക അനുപാത നിയമം ചിത്രസഹിതം വിശദീകരിക്കുക അല്ലെങ്കിൽ വിവരിക്കുക എന്നാണ് ഒരു ചോദ്യം. അതോടൊപ്പം തന്നെ എപി ആൻഡ് എംപി കർവുകളെ എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇത് 5 മാർക്കിലേക്കും 4 മാർക്കിലേക്കും ചുരുക്കി ചോദിക്കാറുമുണ്ട്. ഓക്കെ മക്കളെ, അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതട്ടെ.